സുഗതകുമാരി ടീച്ചറുടെ ധന്യമായ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്നല്ല, ലോകത്ത് ഏതൊക്കെ ഭാഗത്ത് മലയാളികളുണ്ടോ അവരുടെ എല്ലാം മനസ്സിൽ സുഗതകുമാരി ടീച്ചർ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. എല്ലാ മലയാളികളും സഹൃദയരായ സുമനസ്സുകളായ മലയാളികളാകെ സുഗതകുമാരി ടീച്ചറുടെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്ന സന്ദർഭമാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ സുഗതകുമാരി ടീച്ചറുടെ സ്മരണയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതുമായി ഈ വിധത്തിൽ സഹകരിക്കാൻ കഴിയുന്നു എന്നതിൽ എനിക്ക് അനൽപമായ സാന്ത്വനത്തിൻ്റെതായ ഒരു ഫീലിംഗ് മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. ടീച്ചർ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ടീച്ചറിൽ നിന്ന് ലഭിച്ചതുപോലെയുള്ള ഒരു ആശ്വാസം, ഒരു സാന്ത്വനം. സുഗതകുമാരി ടീച്ചറുടെ കവിതയെക്കുറിച്ച് സമഗ്രതയിൽ വിലയിരുത്തി എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ള സന്ദർഭമല്ല, അതിനെക്കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ്റെ ഘട്ടവുമല്ല. എങ്കിൽ പോലും സുഗതകുമാരി ടീച്ചറുടെ കവിതയെ ചൂഴ്ന്നു നിൽക്കുന്ന ചില തെറ്റിദ്ധാരണകൾ നീക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്ന് കരുതുകയാണ് ഞാൻ. രണ്ട് രീതിയിൽ സുഗതകുമാരി ടീച്ചർ തെറ്റായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, സുഗതകുമാരി കൃഷ്ണസങ്കല്പത്തിൻ്റെ കവിയാണ് എന്നുള്ളതാണ്. കൃഷ്ണസങ്കല്പത്തിൻ്റെ കവിയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഭാഗികമായ ഒരു ശരിയുണ്ട്, എന്നാൽ അത് സമഗ്രതയിൽ ശരിയല്ല. സുഗതകുമാരി ടീച്ചറിൽ ശ്രീകൃഷ്ണനുണ്ട്, സുഗതകുമാരി ടീച്ചറുടെ കവിതകളിലായ ശ്രീകൃഷ്ണ സങ്കല്പം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണെങ്കിൽ തന്നെയും ടീച്ചറുടെ കൃഷ്ണൻ എന്ന് പറയുന്നത് ലോർഡ് കൃഷ്ണ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഭഗവാൻ കൃഷ്ണൻ മാത്രമല്ല. ആ വിധത്തിലുള്ള കവിതകളുണ്ട്. പക്ഷേ പല കവിതകളിലും സുഗതകുമാരി ടീച്ചറുടെ കൃഷ്ണൻ മറ്റെന്തിൻ്റെയൊക്കെയോ പ്രതിനിധാനമാണ് എന്നുള്ളതാണ് സത്യം. അഭിസാരിക എന്ന ഒരു കവിതയുണ്ട് സുഗതകുമാരി ടീച്ചറുടേതായിട്ട്. അഭിസാരിക എന്ന കവിതയിലെ ഒരു ഗോപിക രാത്രിയിൽ തൻ്റെ കാമുകനെ തേടി ഇറങ്ങുകയാണ്. ഭർത്താവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഭർത്താവിനെ ഒന്ന് നോക്കാതെ അവിടെ കുഞ്ഞ് തൊട്ടിലിൽ ആടി നിൽക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ ഒന്ന് നോക്കാതെ നേരെ ശ്രീകൃഷ്ണനിലേക്ക് എത്തുന്ന ഒരു ഗോപിക, രാത്രി തന്നെ ആവാം, ആ ഒരു ഗോപികയെ അവതരിപ്പിക്കുന്നുണ്ട് സുഗതകുമാരി ടീച്ചർ അഭിസാരിക എന്ന കവിതയിൽ. അങ്ങനെ കാലിൽ മുള്ളു തറയ്ക്കുന്നുണ്ട്, കാലിൽ പാമ്പ് പിണയുന്നുണ്ട്. ഒരു ആവേശത്തിലൊരു കൊടുങ്കാറ്റ് പോലെ ഈ ഗോപിക കൃഷ്ണനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വ്യഗ്രതയോടെ അങ്ങനെ പോവുകയാണ്. അതാണ് ആവിഷ്കൃതമാവുന്നത്. എന്നാൽ ഇവിടെ ആ കവിതയുടെ അവസാന ഭാഗത്ത് വരുമ്പോൾ, സുഗതകുമാരി ടീച്ചറുടെ കവിതയ്ക്ക് എല്ലാം ഉള്ളൊരു പ്രത്യേകത, അതിൻ്റെ അവസാന ഭാഗത്തിൽ ട്വിസ്റ്റ് ഉണ്ടാകുകയും ആ ട്വിസ്റ്റോടുകൂടി കവിത വളരെ സബ്ലൈമായിട്ടുള്ളൊരു തലത്തിലേക്ക്, വളരെ ഉദാത്തമായ ഒരു ഹൈറ്റൻഡ് എന്ന് പറയാവുന്ന ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഗോപിക അങ്ങനെ കൃഷ്ണനിലേക്ക് എത്തുന്നത് വരെയുള്ള ഘട്ടത്തിൽ ഗോപികയായിട്ടും കൃഷ്ണൻ സാധാരണ കൃഷ്ണനായിട്ടും തന്നെ നിൽക്കുകയാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴോ ചന്ദനം മണക്കുന്ന നിൻ മാറിൽ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കുമ്പോൾ ശ്യാമസുന്ദര മൃത്യുവും നിൻ്റെ നാമമാണെന്നതിന്നറിയുന്നേൻ എന്നാണ് ടീച്ചർ എഴുതി നിർത്തുന്നത്. അവിടെ വരുമ്പോൾ ഈ അഭിസാരികയായ ഗോപിക ജീവിതത്തിൻ്റെ പ്രതിനിധിയാവുകയാണ്. അത് ആ അഭിസരണം തന്നെ ജീവിതമാവുകയും ചെന്ന് ചേരുന്ന കൃഷ്ണൻ, ആ കൃഷ്ണൻ മൃത്യുവിൻ്റെ പ്രതീകമാവുകയുമാണ്. ജീവിതവും മൃത്യുവുമായി മാറുകയാണ് ഗോപികയും അതേപോലെ കൃഷ്ണനും. അവിടെ കൃഷ്ണനെ കേവലം ഒരു കൃഷ്ണസങ്കല്പത്തിൽ മാത്രമായി ഒതുക്കിയാൽ കവിതയുടെ സൂക്ഷ്മമായ അർത്ഥത്തിലുള്ള ഗാഠമായ ഒരു പാരായണം അസാധ്യമായി പോകും. അതുകൊണ്ട് ലോർഡ് കൃഷ്ണ എന്ന സങ്കല്പം, ഭഗവാൻ കൃഷ്ണൻ എന്നുള്ള സങ്കല്പം വന്ന് സുഗതകുമാരിയുടെ കൃഷ്ണസങ്കല്പത്തെ തടയാതെ നോക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. മറ്റൊരു കവിതയിൽ മുറിക്കുള്ളിൽ കൊളുത്തിയ നിലവിളക്കുണ്ട്, താഴെ മയിൽപ്പീലിയൊന്ന് പാറിക്കിടന്നിടുന്നു, വെളുത്ത പട്ടിനാൽ അമ്മ കെട്ടിയ പൂന്തൊട്ടിലൊന്ന് പതുക്കെ പതുക്കെ കാറ്റിലാടി നിൽക്കുന്നു, ഉറക്കമാം പൈതൽ കാണാൻ വയ്യ ദൂരെ തുകിൽഞ്ഞെറി ഇളക്കുന്ന തെന്നലിനും ചന്ദനഗന്ധം, നീലമേഘം പോലിരുണ്ട് പൊൻതളയണിഞ്ഞൊരുണ്ണിക്കാല് മാത്രം തൊട്ടിലിൽ നിന്നൂർന്നതാ കാണുന്നു, അടുത്തു ചെല്ലുവാൻ വയ്യ ജനാലയ്ക്ക് ജന്മങ്ങൾക്ക് പുറത്തു ഞാൻ വ്യഥ പൂണ്ടു കാത്തു നിൽക്കുന്നു എന്നെഴുതുന്നുണ്ട് സുഗതകുമാരി. അവിടെയും കൃഷ്ണനുണ്ട്. കൃഷ്ണന് മുറിക്കുള്ളിലെ ഒരു തൊട്ടിൽ എങ്ങനെ ആടി നിൽക്കുകയാണ്. കൃഷ്ണനാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. കാരണം എന്താ വെച്ചാൽ അടുത്തൊരു മയിൽപ്പീലി കാണുന്നുണ്ട്, ഒരു നീലിമയുണ്ട്. ആ തൊട്ടിലിൽ നിന്ന് ആ നീലക്കാർവർണ്ണൻ്റെ നീലക്കാല് അങ്ങനെ തൊട്ടിൽ നൂർന്ന അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുന്നു. അതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്നു. അമ്മ ആട്ടിയ തൊട്ടിലാണ് എന്ന് പറയുന്നു. പുറത്ത് ഞാൻ വ്യഥയോടെ കാത്തു നിൽക്കുന്നു, എനിക്ക് അടുത്തിയെല്ലാം പറ്റുന്നില്ല, ജനാലയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ കാണുന്നു എന്ന് മാത്രം പറഞ്ഞാൽ കേവലമായൊരു സ്ഥിരീകരണം മാത്രമേ ആവുമായിരുന്നുള്ളൂ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവുകയുള്ളൂ. എന്നാൽ അവസാന ഘട്ടത്തിലെ ഈ ട്വിസ്റ്റോടുകൂടി, അതായത് ജനാലയ്ക്ക് എന്ന വാക്കിന് തൊട്ടു പിന്നാലെ ജന്മങ്ങൾക്ക് എന്ന് കൂടി ചേർത്തപ്പോൾ കവിതയ്ക്ക് വേറെ ഒരു ഡയമെൻഷൻ ഉണ്ടാവുകയാണ്.
ആ ഡയമെൻഷനിലൂടെ ഈ കൃഷ്ണനല്ലാതാവുകയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്രാപ്യമായിട്ടുള്ള സമസ്ത സ്വപ്നങ്ങളുടെയും പ്രതിനിധാനമായി മാറുകയുമാണ്. ആ വിധത്തിലുള്ളൊരു മാറ്റം. അതായത് സുഗതകുമാരി എവിടെ കൃഷ്ണൻ എഴുതിയിട്ടുണ്ടോ അവിടെ കൃഷ്ണനെ മാത്രം കണ്ടാൽ കവിത തുറന്നു തരുന്ന ഈ വിശാലമായ വിഹായസിലേക്ക് നമ്മുടെ മനസ്സിൽ ചെല്ലാൻ പറ്റുകയില്ല എന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ കൃഷ്ണ സങ്കല്പം വന്നിട്ട് സുഗതകുമാരിയുടെ കൃഷ്ണസങ്കല്പത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള അചുംബിതങ്ങളായിട്ടുള്ള അതുവരെ അനുഭവവേദ്യമായിട്ടില്ലാത്ത അതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത അനുഭൂതികളുടെ തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന തരത്തിലുള്ള ആ കൃഷ്ണസങ്കല്പം, അതിനെ കാണുന്നതിൽ നിന്ന് ആസ്വദിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. അതായത് ഈ കൃഷ്ണൻ, ആ മുറിക്കുള്ളിലെ കൃഷ്ണൻ, ഞാൻ പുറത്തു നിൽക്കുകയാണ്, എനിക്ക് അവിടേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ബിയോണ്ട് അവർ റീച്ച് ആയിട്ടുള്ള സകലത്തിൻ്റെയും പ്രതിനിധാനം ആയിത്തീരുകയാണ് ആ കൃഷ്ണൻ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയണം. അപ്പോൾ കേവലം ഒരു കൃഷ്ണനെക്കുറിച്ചല്ല, പിന്നെയോ നമുക്ക് അസാധ്യമായിട്ടുള്ള, നമുക്ക് പ്രാപ്യമല്ലാത്തതായിട്ടുള്ള, നമ്മളുടെ ഒരു നിയന്ത്രണത്തിലല്ലാത്ത, നമ്മുടെ സ്വാധീനത്തിലല്ലാത്ത എല്ലാത്തിൻ്റെയും ഒരു പ്രതീകം എന്ന രീതിയിൽ അവിടെ ഈ കൃഷ്ണൻ മാറുന്നുണ്ട്. അങ്ങനെ മാറുമ്പോൾ മാത്രമേ നമുക്ക് കവി ആസ്വദിക്കാൻ പറ്റൂ. ഇതാണ് കൃഷ്ണ സങ്കല്പവുമായി ബന്ധപ്പെട്ട് സുഗതകുമാരി ടീച്ചറുടെ കവിതകൾ വായിച്ചിട്ട് പല നിരൂപകരും ഉണ്ടാക്കിയിട്ടുള്ളൊരു തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണ മാറേണ്ടതുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമുക്ക് സുഗതകുമാരിയുടെ കൃഷ്ണനെ കണ്ടെത്താൻ കഴിയില്ല. ആ കൃഷ്ണനിലൂടെ സുഗതകുമാരി അവതരിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാനും കഴിയില്ല. മറ്റൊന്ന്, ഭാവലാവണ്യത്തിൻ്റെ കവിയാണ് സുഗതകുമാരി എന്ന് പറയും. ശുദ്ധതയുടെ കവിയാണ്, ശുദ്ധ കവിയാണ് എന്ന് പറയും. ശുദ്ധ കവി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സാമൂഹികമായ കാലികമായ കാര്യങ്ങളോടൊന്നും പ്രതികരിക്കാത്ത, വളരെ ശുദ്ധമായിട്ട്, മഞ്ഞ് പോലെ ശുദ്ധമായിട്ട് കവിതയെ കാണുകയും സാമൂഹികമായ ചുറ്റുപാടുകളാൽ സ്വാധീനിക്കപ്പെടാത്ത വിധത്തിൽ, മലിനമാക്കപ്പെടാത്ത രീതിയിൽ ഉള്ള തീർത്ഥധാര പോലെയുള്ള കവിത എഴുതുകയും ചെയ്ത ആൾ ഇതായിരുന്നു സുഗതകുമാരി ടീച്ചർ. സുഗതകുമാരി ടീച്ചറുടെ സാരേ ജഹാംസെ അച്ഛാ പോലെയുള്ള കവിതകളുണ്ട്. സാരേ ജഹാംസെ അച്ഛാ തീർച്ചയായിട്ടും നമുക്കറിയാം ബോധേശ്വരൻ്റെ മകളാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരാളുടെ മകളാണ്, കവിയായ ഒരാളുടെ മകളാണ്. ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ, തൻ്റെ അച്ഛനടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ സങ്കല്പത്തിൽ കണ്ടിരുന്ന ഒരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യയിലാണോ നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യത്തിലേക്ക്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിയാലിറ്റീസ്, ജീവിതത്തിൻ്റെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിയാലിറ്റീസിലേക്ക് ഉണർത്തുകയാണ് സാരേ ജഹാംസെ അച്ഛാ. സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഏതാണ്ട് ശിശുഭാവം വിട്ടുപോയിട്ട് പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടി ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടുത്ത് ഇരുള് മാറി നിൽക്കുകയാണ്. അവിടേക്ക് ഒരു നിഴൽ പോലെ വന്ന് ഒരാൾ വിലപേശുകയാണ്. ഈ അവസ്ഥ ചിത്രീകരിച്ചുകൊണ്ടാണ് സുഗതകുമാരി പറയുന്നത്, ഈ ഒരു ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ, സാരേ ജഹാംസെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് നമുക്കങ്ങനെ പറയാൻ കഴിയുന്നു. അപ്പോൾ ഈ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട്, ദുരന്ത യാഥാർത്ഥ്യങ്ങളോട്, സാമൂഹിക ജീവിതത്തിൻ്റെ പൊള്ളിക്കുന്ന വസ്തുതകളോട് ഒക്കെ തന്നെ ചടുലമായി പ്രതികരിച്ചിരുന്ന ഒരു കവിയുണ്ട്. ആ കവി സുഗതകുമാരി ടീച്ചറിലുണ്ട്. ആ കവിത്വത്തെ കാണുന്നതിനെ വലിയ തോതിൽ തടഞ്ഞു വയ്ക്കും ഈ ശുദ്ധ കവി എന്നുള്ള സങ്കല്പം. അതുപോലെ നൈർമല്യത്തിൻ്റെ കവി എന്നൊക്കെയുള്ള സങ്കല്പം. അങ്ങനെ ആയിരുന്നില്ല സുഗതകുമാരി ടീച്ചർ. ഈ രണ്ട് തെറ്റിദ്ധാരണകൾ നീക്കാൻ നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുഗതകുമാരി ടീച്ചറുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.